പ്രിയമുള്ളവരെ, MS വ്ളോഗ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തിരുനെല്ലി അമ്പലപ്പെരുമയുടെ 1-ാം വോളിയം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. 2-ാം ഭാഗം നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. അതായത് തിരുനെല്ലി അമ്പലത്തിൻ്റെ പാവനാശിനി കുളവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ പഞ്ചതീർത്ഥക്കുളം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങളിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അനുഗ്രഹമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാവനമായ തിരുനെല്ലി അമ്പലത്തോടനുബന്ധിച്ചിട്ടുള്ള പാപനാശിനി കുളമാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ തലമുറയോ അല്ല പിൻതലമുറയോടുള്ള ബഹുമാനങ്ങൾ ഒക്കെ കണക്കൂട്ടിക്കൊണ്ട് പല കർമ്മങ്ങളും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെയാണ് കർക്കിടകവാവിന് പിതൃതർപ്പണം നടത്തുക എന്ന് പറയുന്ന ചടങ്ങ് നടത്തുന്ന ഒരു സ്ഥലമാണ് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഒപ്പം തന്നെ ഈ അമ്പലത്തിൻ്റെ ഈ കുളത്തിൻ്റെ പരിപാവനതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഒരിക്കലെങ്കിലും ഈ സ്ഥലം സന്ദർശിക്കേണ്ടത് നമുക്ക് ആവശ്യം തന്നെയാണ്. ഏകദേശം കർക്കിടക വാവിന് 1.5 ലക്ഷം തൊട്ട് 2 ലക്ഷം ആളുകൾ വരെ ഈ തോട്ടിൽ, ഈ കുളത്തിലും ഈ കുളത്തിനോടനുബന്ധിച്ചുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ തോട്ടിലും ബലിയർപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. അത്രത്തോളം ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് നിലവിൽ ഈ ഒരു ബലി അർപ്പിക്കുന്ന ഈ സ്ഥലവും ഈ കുളവും. പ്രിയമുള്ളവരെ, പാപനാശിനി കുളം എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ പരിപാലനത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നതും ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു. യാതൊരുവിധ ബഹുമാനക്കുറവും ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഇതെവിടെയൊക്കെ നമുക്കരുതാ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, പിന്നെ പാറയിലൊക്കെ അരി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താ പറയുക, പൂജയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏതായാലും ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് നമ്മുടെ പാവനാശിനി കുളത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഞങ്ങൾ പാവനാശിനി കുളം കണ്ട ശേഷം തിരിച്ചിറങ്ങുകയാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ ആക്കിയിട്ടുണ്ട്. നിലവിൽ ആളുകൾ വന്നാൽ അവർക്ക് പെരുമാറാനും മറ്റു രീതിയിലേക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പാവനാശിനി കുളത്തിലേക്ക് അമ്പലം ദേവസ്വം അധികൃതർ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളാണ്. ഇവരെയൊക്കെ ഈ കാര്യത്തിലൊക്കെ ദേവസ്വം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ആ പാവനാശിനി കുളത്തിൽ നിന്നിരുന്ന വെള്ളത്തിൻ്റെ അടുത്തൊരു വീക്ഷണമാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാടിനുള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. ഒരുപാട് ഔഷധങ്ങളിൽ തട്ടി ശുദ്ധി ചെയ്തു വരുന്ന ഈ ജലത്തിൽ നമുക്ക് കുളിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ കുളിക്കുന്നത് നമുക്ക് ഒരു നല്ലത് തന്നെ ആയിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ ചെറുപ്പത്തിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ പാവനാശിനി കുളത്തിൽ ഞാൻ മുങ്ങിയിട്ടുണ്ട്. പിന്നെ കർമ്മങ്ങളുടെ ഭാഗമായിട്ടല്ല മുങ്ങിയെങ്കിൽ അന്നത്തെ ചെറുപ്പത്തിൻ്റെ ആ തളപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അന്നൊന്നും ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്ന് ഈ കൈവരികളോ അല്ലെങ്കിൽ ഇങ്ങനെ നടപടികളൊന്നും ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ നടപടികളൊക്കെ ആക്കിയിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ആക്കിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ഞങ്ങളും നടന്ന് കുറച്ച് കിതപ്പെല്ലാം ഉണ്ട്. ഓക്കെ, എങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് തിരുനെല്ലി അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഭക്തർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ നിലവിലുള്ള പാവനാശിനി കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ. അതിൻ്റെ പുണ്യം ഈ വെള്ളത്തിനും ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് തിരുനെല്ലി അമ്പലത്തിനോടനുബന്ധിച്ചിട്ടുള്ള തീർത്ഥക്കുളം എന്ന് പറയുന്നത്. ഈ തീർത്ഥക്കുളത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഒരു ചെറിയൊരു പാറ നടുക്കുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയ ഒരു
പ്രതിഷ്ഠയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നടക്കാനുള്ളൊരു വഴിയുണ്ട്. ഒറ്റപ്പാറയാണത്. ഒറ്റപ്പാറയിൽ തീർത്തൊരു വഴിയാണത്. ആ വഴിയിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ നിങ്ങൾക്ക് ദൂഷിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ മഹാവിഷ്ണുവിൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ഐതിഹ്യം അതാണ്. ഓക്കെ, ഈ കുളം നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഓക്കെ, സർവ്വ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുളത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആ കുളത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമെങ്കിൽ സന്തോഷം. അതെ, പഞ്ചതീർത്ഥം എന്നാണ് അതിൻ്റെ പേര്. പഞ്ചതീർത്ഥം. 5 തീർത്ഥങ്ങളാണത്. 5 തീർത്ഥങ്ങൾ. ഓക്കെ. ഭഗവാന്റെ ശംഖ് ചക്ര ഗദാപത്മം. എങ്ങനെയാണ്? ശംഖ് ചക്ര ഗദാപത്മം. ശംഖ് ചക്ര ഗദാഭസ്മം. ഓക്കെ. അപ്പം ഈ അഭിഷേകം ചെയ്യുമ്പോൾ, ഭഗവാൻ ഇവിടെ അഭിഷേകം ചെയ്യുമ്പോൾ ഈ 5 ശംഖുചക്ര കഥാപത്മത്തിൽ ഈ 5 രൂപങ്ങളാണ് ഉള്ളത് ഭഗവാന്റെ ഇതിലുള്ളത്. അപ്പം അതിൽ ഓരോന്നിലും വീഴുന്ന ആ ജലം അവിടെ 5 തീർത്ഥങ്ങളായിട്ട് കുളത്തിൽ സംഗമിക്കുന്നതാണ് ഐതിഹ്യം. ഓക്കെ. പിന്നെ അതിൻ്റെ നടുക്കൊരു വിഷ്ണുപാദാണുള്ളത്. വിഷ്ണുവിൻ്റെ പാദമാണ്. അത് ശരി. ഓക്കെ. അതാണ് അവിടുത്തെ മഹാത്മ്യം. അവിടെ എല്ലാ ദിവസവും പൂജയുണ്ടോ? അതോ ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല അവിടെ ഒരു കാലത്തും പൂജകൾ നടത്താറില്ല. അത് നിർമ്മാല്യ തീർത്ഥാണത്. നിർമ്മാല്യാണ്. അഭിഷേകം കഴിഞ്ഞാൽ നിർമ്മാല്യാണ്. നിർമ്മാല്യാണ്. അത് ശരി. ഓക്കെ. എന്താ പേര്? സന്തോഷം. ഓക്കെ, സന്തോഷം പറഞ്ഞു തന്നതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ. നമ്മുടെ പിന്നെ നമുക്ക് ഈ പഞ്ചതീർത്ഥ കുളത്തെക്കുറിച്ച് ഉള്ള ഐതിഹ്യം പറഞ്ഞു തന്ന സന്തോഷ് ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. തിരുനെല്ലി അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ വിശുദ്ധ വസ്തുക്കളും മറ്റ് വയനാട്ടിലുള്ള മറ്റ് എന്താ പറയുക സ്പൈസസ്, മറ്റ് കരകൗശല വസ്തുക്കൾ, നല്ല ചായപ്പൊടികൾ, മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. തീർച്ചയായിട്ടും തിരുനെല്ലിയിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഷോപ്പ് സന്ദർശിക്കുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട. നിങ്ങൾക്ക് വളരെ വിശ്വസ്തയോടുകൂടി തന്നെ ഈ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങളോട് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ കട കണ്ടപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല പറഞ്ഞോളൂ. അമ്പലത്തിൽ നിന്ന് പാപനാശിനിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഷോപ്പ്. അതെ. അമ്പലത്തിൽ നിന്ന് കാരണം എന്തായാലും തീർച്ചയായിട്ടും ഈ അമ്പലത്തിൽ നമ്മൾ വരുമ്പോൾ പാവനാശിനി കാണാൻ പോയേ പറ്റൂ. കാരണം അത് നമ്മളൊരു പുണ്യതീർത്ഥമാണത്. അവിടെ പോയേ പറ്റൂ. അപ്പോൾ അത് കാണാൻ പോകുമ്പോൾ ഫസ്റ്റിലെ കാണുന്ന കട തന്നെയാണ് സന്തോഷിൻ്റെ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് സാധിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഐതിഹ്യങ്ങൾ അറിയണമെങ്കിൽ, കാര്യങ്ങൾ അറിയണമെങ്കിൽ അദ്ദേഹം അത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.